ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ നമ്മൾ വെറുതെ പറയാറില്ല എന്നത് വെറുതെ അല്ല കേട്ടോ. ഇന്ന് അങ്ങനെ ഒരു സംഭവമാണ്. ഡിഗ്രി സമയത്ത് എല്ലാ കച്ചറയ്ക്കും കൂടിയിട്ട് ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഞാൻ, അനു, സുമിഷ, സജിന. ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടിയിട്ട് ഏകദേശം ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ വന്നതാണ്. സ്ഥലം മനസ്സിലായിട്ടുണ്ടാവല്ലോ, എടപ്പാൾ നെസ്റ്റോ. അല്ലെങ്കിൽ എനിക്കൊരു ചീത്തപ്പേരുള്ളതാണ്. 10 മണിക്ക് എന്ന് പറഞ്ഞ 9:30 വന്നിട്ട് മുഖം വെറുപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര പ്ലാനിങ്ങിൽ പതുക്കെ എത്താന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ അവിടെയാണ് എനിക്ക് അബദ്ധം പറ്റി. എന്നെ അച്ഛൻ നേരിട്ട് എടപ്പാൾ കൊണ്ടുവന്ന് ഇറക്കി തന്നു. ഞാൻ ഇപ്രാവശ്യം നേരത്തെ തന്നെ എത്തി. പണ്ട് മുതലേയുള്ള ആചാരം തെറ്റിക്കാതെ ഞാൻ നേരത്തെ വന്നിരുന്നത് എന്റെ ചിരിയാണ് കേട്ടോ ആ കാണുന്നത്. അനു എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത സുമിഷ എത്തിയിട്ടുണ്ട്. അതിനെന്തായാലും ഇന്ന് വന്നിട്ടില്ലേ, നമ്മൾ പിന്നെ ഒരു ദിവസമാക്കാന്ന് വിചാരിച്ച്. എല്ലാവരും കൂടി കാണുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താ, കുറെ എവിടെയെങ്കിലും വർത്താനം പറഞ്ഞിരിക്കുക. വീഡിയോ എടുക്കാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര നല്ല കുട്ടിയായിട്ടിരിക്കുന്ന കണ്ടില്ലേ. ഫോണിൽ ഞങ്ങൾ ഗ്രൂപ്പ് കോൾ ആയിട്ടും ബാക്കി മെസ്സേജുകളായിട്ടും ഒക്കെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒപ്പം കൂടി ഇരുന്നിട്ട് സംസാരിക്കുന്നത് വേറൊരു വൈബാണ്. വീഡിയോ എടുക്കുന്നതിന്റെ ഗമയിലാണ് ഭയങ്കര നീറ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇനി ഒരാളെ മാത്രം എടുത്തു എന്ന് വേണ്ടത്, അടുത്ത ആളും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. സജനനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് അവൾക്ക് നന്നായിട്ട് ദേഷ്യം വരും. ഒരു കൊല്ലമല്ല, ഇനിയിപ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ ഇത്രയൊക്കെ കാര്യങ്ങൾ സംസാരിക്കാണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇന്നലെ വരെ ഗ്രൂപ്പിൽ സംസാരിച്ചിട്ട് തീരാത്തത് കൊണ്ടാണ് ഇത് ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. ഇനിയിപ്പോൾ ഇവിടെ വെറുതെ ഈ ടേബിളിന്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തല്ല് കിട്ടും. അതുകൊണ്ട് എന്തായാലും ഒരു ചായക്ക് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. ചായ തന്നെ മതി, തണുത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഒരു വർഷമായിട്ട് എന്റെ അവസ്ഥ അങ്ങനെയാണല്ലോ. ജ്യൂസൊന്നും എനിക്ക് കുടിക്കാൻ പറ്റാണ്ട് എന്റെ മുന്നിൽ ഇരുന്നിട്ട് അവർ കുടിക്കാൻ ഞാൻ സമ്മതിക്കുമോ? ഞങ്ങളിതാ 3 ചായയും അതുപോലെ തന്നെ പരിപ്പ് വടയും പഴംപൊരിയും കളത്തവും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊന്നും അത്ര വലിയ തിരക്കൊന്നും ഇല്ല കേട്ടാ. ഞങ്ങളെപ്പോലെ ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ ചായയും കുടിച്ചിരിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കും ഭയങ്കര സൗകര്യമായി. ഇതാ കണ്ടില്ലേ, കണ്ടാത്തൊന്നും വലിയ ആഗോള പ്രശ്നം എന്തോ ചർച്ച ചെയ്യാന്ന്, എന്തോ പരദൂഷണം പറയാണ്. ഞാൻ അതിന്റെ ഭാഗമായില്ല എന്നൊന്നും പറയരുത്. ഞാനും കൂടി ഉണ്ട്. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കുറച്ച് നല്ല കുട്ടിയായിട്ട് ഇരുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അവിടെ നിന്ന് നേരിട്ട് പോവാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതിനിടയ്ക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 1-2 മണിക്കൂറായിട്ടുണ്ട്. 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 10 മണിക്ക് വന്നതാണ്. വീഡിയോ എടുക്കുമ്പോൾ ഇനിയിപ്പോൾ എന്റെ മുടി മാത്രം മുന്നിക്കുണ്ടായിരുന്നു. അപ്പൊ അടുത്ത ആളെ വന്നു കഴിഞ്ഞപ്പോൾ മറ്റാൾക്ക് പരിഭവമായി. അത് ശരി, എല്ലാവരും കൂടി മുന്നിലേക്കാണെങ്കിൽ എന്റെ കൂടി കിടക്കട്ടെ. ഇപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു ലീവും കൂടി വേണ്ടി വരും. കാരണം സജന ഇതിൽ മിസ്സിംഗ് ആണ്. ഇനി അവിടെ ഇല്ലാണ്ട് കൂടിയതിന് വേറെ നല്ല അടി നടക്കും. അവിടെ വരുന്ന തിരക്കിൽ സെക്കൻഡ് സെറ്റ് മറന്നു പോയത് കൊണ്ട് അതും കൂടി ഇവിടുന്ന് മേടിച്ചിട്ടിട്ടാണ് അനു പോണത്. അങ്ങനെ കുറെ കഥകളൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെയും കാണാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാനിട്ടത്. ബസ് കിട്ടിയിട്ടുണ്ട്. ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ മുടിയൊക്കെ പഴയ പോലെ ബഹിരാകാശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. വീഡിയോ ബൈ.